അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ 22ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. ഇതിരിക്ക് വേണ്ടിയുള്ള പൊടി വാട്ടി വെച്ചിട്ടുണ്ട്, കറിക്കുള്ള ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പെപ്പർ പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ജസ്റ്റ് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിക്കുകയാണ് കേട്ടോ. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ലാസ്റ്റ് നമ്മൾ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ എൻഡിങ്ങിൽ കാണാം. അപ്പോൾ അങ്ങനെ ലേറ്റ് ആയതാണ്. അപ്പോൾ 1 മുതൽ 21, 22 വരെ കറക്റ്റ് വീഡിയോ, 21 വരെ കറക്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനും ലേറ്റ് ആയത്. പെപ്പർ പൗഡറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു കണ്ടെയ്നർക്ക് മാറ്റണം. പിന്നെ ഇതാ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഷെസൂട്ടൻ വന്നിട്ടുണ്ട്. അത്താഴക്കടലിൽ ഇതാ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഫുഡൊന്നും വേണ്ട കേട്ടോ കഴിക്കാൻ. 24 മണിക്കൂറും വെള്ളം എന്ന് വെച്ചുകൊണ്ട് വെള്ളം കുടിച്ചോളും, ഫുഡൊന്നും വേണ്ട. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഷെസൂട്ടൻ്റെ കഥ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ വാടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പത്തിരിക്കുള്ള മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ബൗളാക്കിയിട്ട് പരത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു കുഞ്ഞു ചാനലിൽ ഒരുപാട് വ്ളോഗ്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ പോയിട്ട് കാണാം. പിന്നെ ഞാൻ പത്തിരിയൊക്കെ ഇവിടെ ഇങ്ങനെ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ ഗ്യാസിൽ എന്താ പറയുക, കറി ഉണ്ടാക്കുന്നുണ്ട്, പുറത്ത് പത്തിരി ചുടുന്നുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ഞാൻ ലെങ്തി ആക്കിയിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ. ആകെ ജസ്റ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെയൊക്കെ ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. അങ്ങനെ കറിക്കുള്ള മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. ചിക്കനും ഒത്തിരിയൊക്കെ ഫുള്ളായിട്ട് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. സമൂസ പൊരിക്കാനുണ്ട്. പിന്നെ അവിടെ മീൻ മുറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഷെസൂട്ടൻ അതാ അപ്പം നിന്നിട്ട് ഒച്ചുകളിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു മീനൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഓന് മീൻ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. മുമ്പായതുകൊണ്ട് തന്നെ മീനൊന്നും വല്ലാണ്ട് കൊണ്ടുവരലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് മീൻ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ ഞാനിതവിടെ ഇന്ന് പൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സമൂസയായിരുന്നു കേട്ടോ. പിന്നെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞുമ്പോൾ അതാ മീൻ മസാല ഒക്കെ കൂട്ടുന്നുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കുഴച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പം ലൈക്കൊക്കെ ചെയ്തിട്ട് എല്ലാവരും. ഇനി നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനും ഉണ്ട്, പിന്നെ ജ്യൂസ് അടിക്കാനും ഉണ്ട് കേട്ടോ. സമൂസൊക്കെ പൊരിച്ച് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ജ്യൂസ് ഇന്നും ചിക്കു തന്നെയാണ്. ചിക്കു കുറച്ചധികം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇന്നും ചിക്കു ജ്യൂസ് ഉള്ളത്. അങ്ങനെ ചിക്കുവൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടപ്പാലും ഐസും കട്ടയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാവെള്ളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നോമ്പറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു നോമ്പുത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നോമ്പൊക്കെ തുറന്ന് പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചായയൊക്കെ കുടിച്ചിട്ട് മാറ്റി. പിന്നെ ഒരു 2-3 കടകളൊക്കെ കയറി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ തരവായിട്ടുണ്ട്. അപ്പം നോമ്പിന് മുന്നേ ഡ്രസ്സ് എടുക്കണമായിരുന്നു നല്ലത്. അപ്പോൾ പോയതല്ലേ എന്ന് വിചാരിച്ചൊരു ഡ്രസ്സ് എടുത്താണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.